ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പം അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപവർത്തനം. നാരങ്ങാ വെള്ളത്തിൽ സ്ട്രോ ഒടിഞ്ഞതായി തോന്നിയതിന് കാരണം കണ്ടെത്തുന്നതിനായി ഒരു പ്രവർത്തനം ചെയ്തു നോക്കും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാരങ്ങ വെള്ളത്തിൽ സ്ട്രോ ഇട്ടപ്പോൾ ഒന്ന് ഒടിഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റിയിരുന്നു അല്ലേ. ഇതിന്റെ കാരണമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ചരിച്ചു വയ്ക്കുന്നു, പിന്നീട് അതിലേക്ക് ചിത്രത്തിലേതുപോലെ ജലം നിറയ്ക്കുന്നു. എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? നിരീക്ഷണം സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കും. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഈ ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഈ ഒന്നാമത്തെ കേസിൽ എന്താ നിരീക്ഷിച്ചത്? ഈ ഒരു സ്ട്രോ ഗ്ലാസ്സിൽ ഇട്ടപ്പോൾ, വെള്ളം ഒഴിക്കാതെ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വളഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒടിഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ സ്ട്രോ ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം വെള്ളം നിറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്ലാസ്സിലുള്ള ഇട്ട് വെച്ചിട്ടുള്ള സ്ട്രോ ഒന്ന് ഒടിഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെ. സ്ട്രോ ഒടിഞ്ഞതായി തോന്നാനുള്ള കാരണം എന്താണ്? ഈ സ്ട്രോ ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എയർ, വാട്ടർ അല്ലെ. എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, വായു ഉണ്ട്, വെള്ളമുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഗ്ലാസ്സിലുള്ള ചിത്രം അല്ലെ. എയർ ഉണ്ട്, ഗ്ലാസിന്റെ മേലെ എയർ ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. ഇതിലേക്കാണ് ഒരു സ്ട്രോനെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. സ്ട്രോനെ ഇട്ട് വെച്ചു. അപ്പൊ ആ സ്ട്രോയില് ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ, ശരിക്കും ഇങ്ങനെ നേരെ പോവേണ്ട സ്ട്രോ ആയിരുന്നു അല്ലെ, നേരെ കാണേണ്ട സ്ട്രോ ആയിരുന്നു. ഇതിലൊക്കെ എങ്ങനെയാ നമ്മൾ കണ്ടേ? നേരെ തന്നെയാണ് കണ്ടത്. ഇങ്ങനെ നേരെ കാണേണ്ടതിന് പകരം ഒന്ന് കുറച്ച് ചെരിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇതിന്റെ കാരണം അപവർത്തനമാണ്. എന്താണ്? ലൈറ്റിന്റെ അപവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനൻ, പ്രതിഭാസമാണ് ഇങ്ങനെ ഒടിഞ്ഞതായിട്ട് തോന്നാനുള്ള കാരണം. എയർ എന്ന് പറയുന്നതും വാട്ടർ, വായു എന്ന് പറയുന്നതും വെള്ളം എന്ന് പറയുന്നതും വ്യത്യസ്തമായ മാധ്യമമാണ് അല്ലെ. എയറിനെ പോലെയല്ല വാട്ടർ അല്ലെ. സ്പീഡൊക്കെ, വേഗമൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ ലൈറ്റ് എയറിൽ നിന്ന്, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള സ്പീഡ് മാറി വേറൊരു സ്പീഡാവും അല്ലെ. ഇവിടെയുള്ള സ്പീഡ് ആയിരിക്കില്ല ഇവിടെയുള്ള സ്പീഡ്. അപ്പൊ സ്പീഡ് മാറുമ്പോൾ ചെറുതായിട്ട് ദിശാവ്യതിയാനം സംഭവിക്കും അല്ലെ. ഡയറക്ഷന് മാറ്റം വരും. ഇതിനെ നമ്മൾ അപവർത്തനം എന്ന പേരിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പും ഒഴിച്ചതിന് ശേഷവും ട്രഫിൽ ഇരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ചത് നിരീക്ഷിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു കുട്ടി ഒരു പാത്രത്തിലേക്ക് ഒരു സ്ട്രോ ഇട്ട് വെച്ചിട്ട് നോക്കുന്നുണ്ട് അല്ലെ. ഈ സ്ട്രോ ഫസ്റ്റ് കേസിൽ ഈ സ്ട്രോ ഗ്ലാസ്സിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ കേസിൽ ഈ സ്ട്രോ വെച്ചതിന് ശേഷം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഈ ഒന്നാമത്തെ കേസിൽ വെള്ളമില്ല, ആകെ എയർ മാത്രമേ ഉള്ളൂ അല്ലെ. എയറിലൂടെയാണ് കാണുന്നത്. ഒരു മാധ്യമത്തിലൂടെ ലൈറ്റ് എങ്ങനെയാണ് പോവുക? നേർരേഖയിലാണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താ, ഈ സ്ട്രോയിലെ ലൈറ്റ് തട്ടിയിട്ട് നമ്മളുടെ കണ്ണിലേക്ക് എത്തും. അപ്പൊ എങ്ങനെയാ? ഇത് നേർരേഖയിലായിരിക്കും പോവാ, കാരണം ഇവിടെ രണ്ട് മാധ്യമങ്ങൾ ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോ രണ്ട് മാധ്യമം ഉണ്ട് അല്ലെ. എയറും ഉണ്ട്, വെള്ളവും ഉണ്ട് അല്ലെ. വായുവും ഉണ്ട്, വെള്ളവും ഉണ്ട്. അപ്പോ ഈ സ്ട്രോയില് ലൈറ്റ് തട്ടിയിട്ട് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത് എയറിലൂടെ സഞ്ചരിച്ചതിന് ശേഷം വെള്ളത്തിലൂടെയും സഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എയറും
വാട്ടറും അല്ലെ ഈ എയറിൽ നിന്ന് തട്ടി നമ്മളുടെ കണ്ണിലേക്ക് എത്തുമ്പോഴേക്ക് ഒന്ന് വളഞ്ഞിട്ട് ഒന്ന് ചെരിഞ്ഞിട്ട് വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒറിജിനലി ഈ ബി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മളുടെ സ്ട്രോ ഉള്ളത്. പക്ഷെങ്കിൽ എന്താ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് ഈ ഒരു വിഭജന തലത്തിൽ വെച്ച് സ്ട്രോ ഒന്ന് ഒടിഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? ശരിക്കും ബിയിലാണ് സ്ട്രോ ഉള്ളതെങ്കിൽ കൂടി നമുക്ക് സിയിലാണ് സ്ട്രോ ഉള്ളതെന്ന് തോന്നുന്ന വിധമാണ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുക. ഇതിന്റെ പിറകിലെ രഹസ്യമാണ് അപവർത്തനം. അപവർത്തനം കാരണമാണ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ജലം ഒഴുകുന്നതിന് മുമ്പ് സ്ട്രോയുടെ ബി എന്ന ഭാഗത്തു നിന്നും കണ്ണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? എന്താ, വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഈ സ്ട്രോയിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? സ്ട്രോയിൽ നിന്നും വരുന്ന വെളിച്ചത്തിന് പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ജലം ഒഴിച്ച ശേഷം സ്ട്രോയുടെ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് നിന്നും വരുന്ന പ്രകാശരശ്മി വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ജലോപരിതലത്തിൽ വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടല്ലോ അല്ലെ? അതന്നെയാണ് ഞാൻ കുറച്ച് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ, വെള്ളം ഒഴിച്ചപ്പോൾ വായുവിലൂടെ ലൈറ്റ് സഞ്ചരിച്ച് വെള്ളത്തിലൂടെയും സഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? വായുവിനെയും വെള്ളത്തെയും വേർതിരിക്കുന്ന വിഭജന തലത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ബിയിൽ നിന്നാണ് പ്രകാശരശ്മി യഥാർത്ഥത്തിൽ വരുന്നതെങ്കിലും സി എന്ന ഭാഗത്തു നിന്നും വരുന്നതായല്ലേ നാം കാണുന്നത് അല്ലെ? ബിയിലാണ് ശരിക്കും ഉള്ളത്, പക്ഷെങ്കിൽ എന്താ, നമുക്ക് സിയിൽ നിന്നാണ് വരുന്നത് പോലെയാണ് തോന്നുന്നത് അല്ലെ? അതിന്റെ കാരണം എന്താ? ഇവിടെ ഒരു ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുകയാണെങ്കിൽ അതിന്റെ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ? സംഭവിക്കുന്നില്ലേ? ഉണ്ട്. ബി എന്ന യഥാർത്ഥ സ്ഥാനം സിയിലേക്ക് ഉയർന്നതായി കാണപ്പെടുന്നതിനാൽ സ്ട്രോ ജലോപരിതലത്തിൽ വെച്ച് ഒടിഞ്ഞതായി തോന്നുന്നു അല്ലെ? ബിയിൽ നിന്ന് കാണേണ്ടതിന് പകരം സിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താ, സ്ട്രോ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ ബോക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്ഷൻ, അപവർത്തനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ഇത്. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. എന്താ പറഞ്ഞിട്ടുള്ളത്? അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? രണ്ട് മാധ്യമമുണ്ട് അല്ലെ? രണ്ട് മാധ്യമമുണ്ട്. ഇത് ആദ്യത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. രണ്ട് മാധ്യമമുണ്ട്. ഈ മാധ്യമങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് ഇത്. വിഭജന തലം എന്ന് പറയും ട്ടോ. ഇതിനെയും വേർതിരിക്കുന്ന തലമാണിത്, വിഭജന തലം. ഇങ്ങനെ രണ്ട് മാധ്യമം ഉണ്ട്. ഈ മാധ്യമത്തിലൂടെയുള്ള സ്പീഡ് ആയിരിക്കൂല ലൈറ്റിന് ഈ മാധ്യമത്തിലൂടെയുള്ള സ്പീഡ് അല്ലെ? വേഗം അല്ലെ? അപ്പൊ വേഗത്തിനെ നിർണയിക്കുന്ന ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? പ്രകാശിക സാന്ദ്രത അല്ലെ? പ്രകാശിക സാന്ദ്രത വ്യത്യാസമായിരിക്കും അല്ലെ? ഇവിടുത്തെ സ്പീഡും മാറ്റമുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രകാശിക സാന്ദ്രതയും ഇവിടുത്തെ പ്രകാശിക സാന്ദ്രതയും എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പോൾ ലൈറ്റ് എന്താണ്? പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ മാധ്യമത്തിന്റെ ഈ ഒരു വിഭജന തലത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? നേരെ പോവേണ്ടിയിരുന്ന ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ? എന്താ പറയേണ്ടത്? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ക്ലിയർ ആയില്ലേ? എന്താണ് എക്സാമിന് അപവർത്തനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ളെന്നും
ചരിഞ്ഞ് പ്രവേശിക്കുന്നെന്നും വിഭജന തലത്തിൽ വെച്ചെന്നും ഉള്ള വാക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്താണ്? രണ്ട് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമത്തിന്റെ വിഭജന തലത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ് അതിന്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലെ? എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള വേഗവും വ്യത്യസ്തമായിരിക്കും. അല്ലെ? അപ്പൊ ഈ വ്യത്യസ്തത വരാനുള്ള കാരണം എന്താ? പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. അല്ലെ? അപ്പൊ ഈ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചായിരിക്കും പ്രകാശത്തിന്റെ അപവർത്തനം. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിന്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശിക സാന്ദ്രത അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപവർത്തനാങ്കം എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. വിവിധ പ്രകാശിക ഉപകരണങ്ങളുടെ രൂപകൽപ്പനകളിൽ അപവർത്തനാങ്കത്തിന്റെ പങ്ക് നിർണായകമാണ്. ഓരോരോ പ്രകാശിക ഉപകരണങ്ങൾക്കും ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപവർത്തനാങ്കത്തിന്റെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപവർത്തനാങ്കം എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ ഫോഴ്സ്, ബലത്തിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ് ആണ് അല്ലെ? ത്വരണത്തിന് ഡിനോട്ട് ചെയ്യുന്നതോ എ ആണ്. അതുപോലെ തന്നെ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ചെറിയ അക്ഷരം n വെച്ചിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപവർത്തനാങ്കത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. n = c / v എന്നാണ് ഇക്വേഷൻ. എന്താണ്? n = c / v. n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപവർത്തനാങ്കം. n എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. n = c/v. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് ശൂന്യത്തിലൂടെയുള്ള വേഗത്തെ ലൈറ്റിന് മാധ്യമത്തിലൂടെയുള്ള വേഗം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപവർത്തനാങ്കം. ഒന്നുകൂടി പറയാം. ലൈറ്റിന് ശൂന്യത്തിലൂടെയുള്ള വേഗത്തിനെ ലൈറ്റിന് മാധ്യമത്തിലൂടെയുള്ള വേഗത്തിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് അപവർത്തനാങ്കം. ക്ലിയർ ആയിനോ? എന്താണ്? പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. എന്താ പറഞ്ഞത്? പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗം. ശൂന്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാക്വം അല്ലെ? വാക്വം ഒരു മാധ്യമം അല്ല. അപ്പൊ പ്രകാശത്തിന് ശൂന്യതയിൽ കിട്ടിയിട്ടുള്ള വേഗത്തിന് മാധ്യമത്തിലുള്ള വേഗം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇക്വേഷൻ എന്താണ്? n = c / v. ഈ c, ശൂന്യതയിലുള്ള വേഗം എപ്പോഴും സെയിം ആയിരിക്കും. അതിന്റെ വേഗമാണ് 3 × 10⁸ m/s. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗം എപ്പോഴും സെയിം ആയിരിക്കും. ആ വാല്യൂ ആണ് 3 × 10⁸ m/s. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും എന്താ? പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ഓക്കെ, മനസ്സിലായില്ല? ഈ സിന്റെ വാല്യൂ എപ്പോഴും 3 × 10⁸ m/s ആയിരിക്കും. ഇത് ഓർമ്മിച്ച് വെക്കുക. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. n = c/v. ഇനി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് എന്താണ്? അതിന്റെ യൂണിറ്റ് എന്താണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. c എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? വേഗമാണ് അല്ലെ? പ്രകാശ വേഗം. വേഗത്തിന്റെ യൂണിറ്റ് എന്നാ? m/s ആണ്. v എന്തെന്നാ? പ്രകാശത്തിന്റെ മാധ്യമത്തിലൂടെയുള്ള വേഗമാണ്. അതും വേഗം തന്നെ. അപ്പം m/s മേലെയും താഴെയും സെയിം തന്നെ അല്ലെ? അപ്പൊ വെട്ടിപ്പോവും. അപ്പോ ഇതിലൂടെ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്
യൂണിറ്റ് ഇല്ല. എന്താണ്? യൂണിറ്റ് ഇല്ല. അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആണ് അപവർത്തനാങ്കം. അപ്പോൾ അപവർത്തനാങ്കം എന്ന് കേൾക്കുമ്പോൾ ഇക്വേഷൻ ഫസ്റ്റ് ഓർമ്മ വരണം. N ഈസ് ഈക്വൽ ടു C/V. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് ശൂന്യത്തിലൂടെയുള്ള വേഗം, V എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് മാധ്യമത്തിലൂടെയുള്ള വേഗം. പിന്നെ എന്താണ്? യൂണിറ്റ് ഉണ്ട് അല്ലെ. യൂണിറ്റ് എന്താണ്? അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യം ഓർമ്മിച്ച് വെക്കുക. പിന്നെ എന്താ? സിന്റെ വാല്യൂ പഠിച്ചു വെക്കുക. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നും പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഈ ടേബിളിൽ മാധ്യമം തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ മാധ്യമങ്ങളാ തന്നിട്ടുള്ളത്? വായു, ഗ്ലാസ്, ജലം അല്ലെ. ആ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗവും തന്നിട്ടുണ്ട്. നമ്മൾക്ക് കാണേണ്ട എന്താ? അപവർത്തനാങ്കമാണ് കാണേണ്ടത് അല്ലെ. അപവർത്തനാങ്കമാണ് കാണേണ്ടത്. നമുക്ക് ആദ്യം വായുവിന്റെ നോക്കാം. അപവർത്തനാങ്കം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? N ഈസ് ഈക്വൽ ടു C/V ആയിരുന്നു അല്ലെ. N ഈസ് ഈക്വൽ ടു C/V ആയിരുന്നു. ഫസ്റ്റ് വായുവിന്റെ ആണ് നോക്കുന്നത്. ഫസ്റ്റ് വായുവിന്റെ നോക്കുന്നത്. സിന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞതാണ്. ഇനി എന്താ? V ഉണ്ട് അല്ലെ. V എത്രയാ? പ്രകാശത്തിന് വായുവിലൂടെയുള്ള വേഗം എത്രയാ? അതും 3 × 10⁸ തന്നെയാ അല്ലെ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മേലെയും താഴെയും ഒരേപോലെയുള്ള ആൾക്കാരാണ് വന്നത്. അപ്പം നമുക്ക് വെട്ടാം അല്ലെ. വെട്ടിക്കഴിഞ്ഞ ആൻസർ എത്ര വരും? 1 വരും അല്ലെ. 1 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് ആരെയാ കാണേണ്ടത്? ഗ്ലാസിന്റെ അല്ലെ. ഗ്ലാസിന്റെ അപവർത്തനാങ്കമാണ് കാണാൻ പോകുന്നത്. N ഈസ് ഈക്വൽ ടു C/V അല്ലെ. സിന്റെ വാല്യൂ എത്രയാ? 3 × 10⁸ ഡിവൈഡഡ് ബൈ V. ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം 2 × 10⁸ അല്ലെ. 2 × 10⁸. ഇവിടെ ഒരു മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, ഇവിടെ ഒരു മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ഈ മീറ്റർ പെർ സെക്കൻഡ് വെട്ടി 10⁸ വെട്ടി. പിന്നെ ഏതാ ബാക്കിയുള്ളത്? 3/2 ആണ് ബാക്കിയുള്ളത്. 3/2 എത്രയാ? 1.5 അല്ലെ. 1.5 എത്ര വരിക? 1.5 ആണ് വരിക. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഏതാ? ജലം അല്ലെ. ജലത്തിന്റെ ആണ് കാണാൻ പോകുന്നത്. N ഈസ് ഈക്വൽ ടു C/V. C എത്രയാ? 3 × 10⁸ ബൈ V. ജലത്തിലൂടെയുള്ള ലൈറ്റിന്റെ പ്രകാശത്തിന്റെ വേഗം എത്രയാ? 2.25. 2.25 × 10⁸. ഇവിടെ ഒരു മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, ഇവിടെ ഒരു മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. രണ്ടും എന്ത് ചെയ്ത്? വെട്ടി. പിന്നെ എന്തുണ്ട്? 10⁸ മേലെയുണ്ട്, 10⁸ താഴെയുണ്ട്, അതും വെട്ടി. പിന്നെ ബാക്കി വരുന്ന ആരാ? 3ഉം 2.25 അല്ലെ. 3/2.25. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1.3333 ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെയാണ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തിന്റെ ഡയമണ്ട് അപവർത്തനാങ്കം 2.4 ആണ്. വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം നോക്കണം. വജ്രത്തിന്റെ എന്താ തന്നിട്ടുള്ളത്? അപവർത്തനാങ്കമാണ് തന്നിട്ടുള്ളത്. അപവർത്തനാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആണ് തന്നിട്ടുള്ളത്. N എത്രയാ തന്നിട്ടുള്ളത്? 2.4 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം. അപ്പോ വജ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒരു മാധ്യമമാണ് അല്ലെ. അപ്പോ V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. V അല്ലേ കണ്ടുപിടിക്കേണ്ടത്. C എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്താ? V കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? N ഈസ് ഈക്വൽ ടു C/V ആണ്. V കാണണമെങ്കിൽ എന്ത് ചെയ്യുക? V ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ N.
സി എത്രയാ 3 × 10⁸ ഡിവൈഡഡ് ബൈ n എത്രയാ 2.4 അല്ലെ. ഇതിന്റെ യൂണിറ്റ് എന്തായാലും ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ യൂണിറ്റ് ഇല്ല. ഇനി എന്ത് ചെയ്യുക, 3/2.4 ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ 1.25 എന്ന് കിട്ടും. പിന്നെ എന്താ, ഒരു 10⁸ ഉണ്ട് ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ ഡിവിഷൻ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേ, അപ്പാടെ ആൻസറിലേക്ക് എത്തിക്കരുതേ. നമുക്ക് ഈ ഡിവിഷനും എല്ലാം കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയത്. നിങ്ങളിത് നോട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. 3/2.4 അത് ഡിവൈഡ് ചെയ്യുന്ന അറിഞ്ഞൂടെ? അപ്പൊ അത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശവേഗം അപവർത്തനാങ്കവുമായിട്ട് n=c/v. v എന്ന് വെച്ച് കഴിഞ്ഞാൽ അപവർത്തനാങ്കം, n എന്ന് വെച്ച് കഴിഞ്ഞാൽ അപവർത്തനാങ്കം, v എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശവേഗം അല്ലെ. c എന്ന് വെച്ച് കഴിഞ്ഞാലോ എന്തിലൂടെയുള്ള വേഗാണ്? ശൂന്യത്തിലൂടെയുള്ള വേഗം. അപ്പൊ ഇതെങ്ങനെയാ ഉള്ളത്? n കൂടുവാണെങ്കിൽ അല്ലെ, n കൂടുവാണെങ്കിൽ വേഗം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലെ. n കൂടുവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കൂടുവാണെങ്കിൽ v സ്പീഡ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. n കുറയാണെങ്കിലോ v കൂടുവാണ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുന്നത്. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. പ്രകാശവേഗവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. പ്രകാശവേഗവും പ്രകാശ സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയില്ല. എന്താണ്? v കൂടുമ്പോ പ്രകാശിക സാന്ദ്രത എന്തായിരുന്നു? കുറയായിരുന്നു അല്ലെ. v കുറയാകുമ്പോ പ്രകാശിക സാന്ദ്രത എന്തായിരുന്നു? കൂടുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എന്താണ്? അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അപവർത്തനാങ്കം കൂടുകയാണോ ചെയ്യുക അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്യുക? അതെന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയല്ലോ അല്ലെ. നമ്മൾ കഴിഞ്ഞതിന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപവർത്തനം പഠിച്ചതായിരുന്നില്ലേ? എന്തായിരുന്നു? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ എന്താ? അതിന്റെ വിഭജന തലത്തിൽ വെച്ച് ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടായിരുന്നു. വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതന കോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ? എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഇപ്പോ ഇത് വായു, ഇത് വായു, ഇത് വെള്ളം, ഇത് വായു, ഇത് വെള്ളം. അതുപോലെ തന്നെ ഇത് വെള്ളം, ഇത് വെള്ളം, ഇത് വായു ആണെന്ന് വിചാരിക്കും. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് വരുന്നതും വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോഴും ഒരേപോലെ ആയിരിക്കുമോ ദിശാവ്യതിയാനം ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ ഉണ്ടാവുക? അങ്ങനെ ആയിരിക്കില്ല. അതിനുള്ളതാണ് ഈ രണ്ട് ചിത്രം. ഈ രണ്ട് ചിത്രം നിങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ എന്താണ്? എ ബി എന്ന് പറയുന്നത് എന്താ? പതനരശ്മിയാണ് അല്ലെ. എ ബി എന്ന് പറയുന്നത് പതനരശ്മിയാണ്. ബി സി എന്ന് പറയുന്നതോ അപവർത്തന രശ്മിയുമാണ്. ഈ ചിത്രത്തിലോ പി ക്യൂ എന്ന് പറയുന്നതാണ് പതനരശ്മി അല്ലെ. പി ക്യൂ പതനരശ്മിയാണ്. ക്യൂ ആർ എന്ന് പറയുന്നത് എന്താണ്? അപവർത്തന രശ്മിയുമാണ്. ഈ രണ്ട് ചിത്രവും നോക്കിക്കഴിഞ്ഞാല് ഈ ഒന്നാമത്തെ ചിത്രത്തില് വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത് അല്ലെ. വായുവിൽ നിന്ന് ജലത്തിലേക്ക്. ഇവിടെയോ ജലത്തിൽ നിന്ന് വായുവിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ലംബം വരച്ചിട്ടുണ്ട് അല്ലെ. രണ്ട് ചിത്രത്തിനും ലംബമുണ്ട്. അപ്പൊ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തിനോട് അടുത്തായിട്ട് വന്നതുപോലെയാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ ജലത്തിൽ നിന്ന് വായുവിലേക്കാ പോകുന്നതെങ്കിലോ ലംബത്തിന്റെ അടുത്തുനിന്ന് ദൂരോട്ടായിട്ടാണ് പോകുന്നത് അല്ലെ. അകന്നാണ് പോകുന്നത്. വായുവിൽ നിന്ന് ജലത്തിലേക്കാണെങ്കിൽ ലംബത്തിനടുത്തും ജലത്തിൽ നിന്ന് വായുവിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നുമാണ് പോകുന്നത് അല്ലെ. രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി എന്നും
അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മി എന്നും വിളിക്കാം അല്ലെ. വന്ന് പതിക്കുന്ന ആളെ നമ്മൾ പതനരശ്മി എന്നും പിന്നെ എന്താ അപവർത്തനം സംഭവിച്ച രശ്മിയെ അപവർത്തന രശ്മി എന്നും വിളിക്കാം. അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോണ് അല്ലെ. അപവർത്തന രശ്മിക്കും ഈ ഒരു നോർമൽ ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് നമ്മൾ അപവർത്തന കോണ് എന്ന് പറയുക അല്ലെ. ഓക്കെ, ഇനി ഈ ഒരു ചിത്രം നോക്കിയതിന് ശേഷം ഈ താഴെ കൊടുത്തിട്ടുള്ള പട്ടിക നമുക്കൊന്ന് പൂരിപ്പിക്കാം. പതനരശ്മി ഒന്നാമത്തെ ചിത്രത്തിന്റെ ഇവിടെയാണ് എഴുതേണ്ടത്, രണ്ടാമത്തെ ചിത്രത്തിന്റെ ഇവിടെയാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ചിത്രത്തിലെ പതനരശ്മി ഏതാ? എ ബി ആണ് അല്ലെ. രണ്ടാമത്തെ ചിത്രത്തിലെ പതനരശ്മിയോ പി ക്യൂ അല്ലെ, പി ക്യൂ അല്ലെ. ഞാൻ ഈ ഒരു സൈഡിലായിട്ട് എഴുതുന്നുണ്ട്, കാരണം ആ ഒരു സൈഡിൽ എഴുതാനായിട്ട് പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ എന്താ, ഇതിലുള്ള പതനരശ്മി എ ബി ആണ്, ഇതിലുള്ള പതനരശ്മിയോ പി ക്യൂവും ആണ്. അടുത്തത് അപവർത്തന രശ്മി. ഒന്നാമത്തെ ചിത്രത്തിലെ അപവർത്തന രശ്മി ഏതാ? ബി സി ആണ് അല്ലെ. ഏതാണ്? ബി സി ആണ്. ഏതാ? ബി സി, ബി സി. രണ്ടാമത്തെ ചിത്രത്തിലെ അപവർത്തന രശ്മി ഏതാ? ക്യൂ ആർ. ഏതാണ്? ക്യൂ ആർ ആണ് അല്ലെ, ക്യൂ ആർ. പതനകോണ്, ഒന്നാമത്തതിലെ പതനകോൺ ഏതാ? എ ബി എൻ ആണ്. രണ്ടാമത്തതിലോ പി ക്യൂ എൻ ഡാഷ്. ഏതാണ്? പി ക്യൂ എൻ ഡാഷ്, പി ക്യൂ എൻ ഡാഷ്. അപവർത്തന കോണ്, ഇതിലുള്ള അപവർത്തന കോൺ ഏതാ? സി ബി എൻ ഡാഷ് അല്ലെ, സി ബി എൻ ഡാഷ്. ഇതിലുള്ള അപവർത്തന കോണോ? ആർ ക്യൂ എൻ അല്ലെ. ഏതാണ്? ആർ ക്യൂ എൻ, ആർ ക്യൂ എൻ. അപവർത്തന കോണ് പതന കോണിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 30 വന്ന് ഇടിച്ച്, പക്ഷെങ്കിൽ പോകുന്നതോ 30 കുറവായിട്ടാണ് അല്ലെ. ഒന്നാമത്തെ ചിത്രത്തില് കുറവാണ് അല്ലെ, കോണ് കുറവാണ്, കുറവാണ്, കുറവാണ് ഇവിടെ. രണ്ടാമത്തതിലോ ഇവിടെയോ, ഇവിടെ എങ്ങനെയാ വന്ന് ഇടിച്ചത് 30, പോകുന്നതോ അതിൽ കൂടുതലായിട്ടാണ് അല്ലെ. മറ്റേത് കൂടുതലുമാണ് അല്ലെ, കൂടുതൽ, കൂടുതൽ, കൂടുതലുമായിട്ടാണ് പോകുന്നത് അല്ലെ. ഇത് ക്ലിയർ അല്ലേ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോഴും ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും അപവർത്തന രശ്മിയുടെ ദിശാവ്യതിയാനത്തിന് എന്ത് പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത്? സയൻസ് ഡയറി രേഖപ്പെടുത്തും. എന്താ പ്രത്യേകത കാണാനായിട്ട് പറ്റുന്നത്? വായു ഉണ്ട് അല്ലെ, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ, എയറും ഉണ്ട് വാട്ടറും ഉണ്ട്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ലംബത്തിന് അടുത്തായിട്ടാണ് വരുന്നത്. അതല്ലാതെ വാട്ടറിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് കടക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് കടക്കുന്നതെങ്കിൽ അകന്നാണ് പോകുന്നത് അല്ലെ, ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത്. എയറിൽ നിന്ന് വാട്ടറിലേക്ക്, വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ എങ്ങനെയാ ലൈറ്റ്, പ്രകാശം എങ്ങനെയാ പോകുന്നത്? ലംബത്തിന് അടുത്തായിട്ട് അല്ലെ, ലംബത്തിന് അടുത്തായിട്ടാണ് വരുന്നത്. പക്ഷെങ്കിൽ വെള്ളത്തിൽ നിന്ന് എയറിലേക്കാ പോകുന്നതെങ്കിൽ ലംബത്തിന് ദൂരെ ആയിട്ടാണ് പോകുന്നത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, വേഗത്തിന്റെ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേഗത്തിന്റെ ഓർഡർ, വേഗം, ലൈറ്റ് ഏറ്റവും വേഗത്തിൽ പോവുക വായുവിലൂടെയാണ് അല്ലെ, വായുവിലൂടെയാണ് ഏറ്റവും വേഗത്തിലൂടെ പോവുക. പിന്നെ എന്തിലൂടെയാ? ജലത്തിലൂടെയാണ് അല്ലെ. പിന്നെ എന്താണ്? ഗ്ലാസ്സിലൂടെയാണ്. പിന്നെ എന്താണ്? ഡയമണ്ട് അല്ലെ, വജ്രം, വജ്രത്തിലൂടെയാണ് പോകുന്നത്. ഇതേ ഓർഡർ നമ്മൾ വേറൊരു രീതിയിൽ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശിക സാന്ദ്രത അല്ലെ, പ്രകാശിക സാന്ദ്രത, പ്രകാശിക സാന്ദ്രതയുടെ വ്യത്യാസം എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഏതിനായിരുന്നു? വജ്രത്തിനായിരുന്നു അല്ലെ, വജ്രം. പിന്നീട് ഗ്ലാസ് അല്ലെ, ഗ്ലാസ്. പിന്നെ ഏതിനാണ്? ജലം, ജലം. പിന്നെ എന്തിനാണ്? വായു, വായു അല്ലെ. അപ്പൊ ഈ ഓർഡർ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഏതിനാണ്? വജ്രം. വജ്രത്തിന് കൂടുതലാണ്, ഗ്ലാസിന് അതിനേക്കാൾ കുറവാണ്, ജലത്തിന് അതിനേക്കാൾ കുറവാണ്, വായുവിനാണ് ഏറ്റവും കുറവ് അല്ലെ. ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത വജ്രത്തിന്, ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത വജ്രത്തിന്,
പിന്നെ ഗ്ലാസിന്, പിന്നെ ജലത്തിന്, വായുവിന്. ഈ ഓർഡർ പഠിച്ച് വെക്കണം കേട്ടാ. പ്രകാശിക സാന്ദ്രത കൂടുതൽ വജ്രത്തിനാണെങ്കിൽ വേഗം കൂടുതൽ ആർക്കാണ്? വായുവിനാണ്. ഈ ഓർഡർ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വേഗത്തിന്റെ ഓർഡർ ആണ്. അപ്പോ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. എയർ അല്ലെ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ് വരുന്നത്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ് വരുന്നത്. അപ്പൊ എന്താണ്? നോർമൽ, ലംബത്തിന് അടുത്തായിട്ടാണ് വരുന്നത്. വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് വരുന്നതെങ്കിലോ, വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് വരുന്നതെങ്കിൽ അകന്നുമാണ് പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എയറിന്റെ, വായുവിന്റെ പ്രകാശിക സാന്ദ്രത കുറവാണ് അല്ലെ, കുറവാണ്. വാട്ടറിന്റെയോ വെള്ളത്തിന്റെയോ കൂടുതലാണ്. ഇവിടെയോ വാട്ടറിൻ്റെത് കൂടുതലാണ്. വാട്ടറിന്റെ കൂടുതൽ, എയറിന്റെ കുറവാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, കുറവിൽ നിന്ന് കൂടുതലിലേക്കാണ് വരുന്നത് അല്ലെ. കുറവ് പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിൽ നിന്ന് കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിലേക്കാ ലൈറ്റ് വരുന്നതെങ്കിൽ ലംബത്തിന് ചേർന്നായിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടി പറയാം, കുറവ് പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിൽ നിന്നും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിലേക്കാണ് പ്രകാശം വരുന്നതെങ്കിൽ ലംബത്തോട് ചേർന്നായിരിക്കും ഉണ്ടാവുക. ഇവിടെയോ കൂടുതൽ ഉള്ളിടത്തിൽ നിന്ന് കുറവിലേക്കാണ് അല്ലെ വരുന്നത്. കൂടുതൽ ഉള്ളിടത്തിൽ നിന്നും കുറവിലേക്ക് വരുമ്പോൾ എങ്ങനെയാ? ലൈറ്റ് അകന്നാണ് ഉണ്ടാവുക, ലംബത്തിൽ നിന്നും അകന്നാണ് ഉണ്ടാവുക. കുറവിൽ നിന്ന് കൂടുതലിലേക്കാണെങ്കിൽ ലംബത്തിന് അടുത്തും, കൂടുതൽ നിന്ന് കുറവിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്നും അകന്നുമായിട്ടാണ് പ്രകാശത്തിനെ കാണാനായിട്ട് പറ്റുക. വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? വായുവിന്റെ പ്രകാശിക സാന്ദ്രത എന്താ? കുറവാണ് അല്ലെ. ജലത്തിൻ്റെതോ കൂടുതലാണ്. കുറവിൽ നിന്ന് കൂടുതലിലേക്ക് എന്താണ്? ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? ലംബത്തോട് അടുക്കുന്നു. വായു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. അടുത്തത് ജലത്തിൽ നിന്ന് വായുവിലേക്ക്. ജലം എന്താ? കൂടുതലുള്ളതാണ് അല്ലെ. വായുവോ കുറവ് പ്രകാശിക സാന്ദ്രതയാണ് അല്ലെ. കൂടുതലുള്ളിടത്തിൽ നിന്നും കുറവിലേക്കാണ് വരുന്നതെങ്കിൽ ദിശാവ്യതിയാനം എപ്രകാരമായിരിക്കും? ലംബത്തിൽ നിന്ന് അകന്നിട്ടായിരിക്കും. എന്താണ്? ലംബത്തിൽ നിന്നും അകന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഈ ഏത് ചിത്രത്തിൽ നിന്നാണ്? വായുവിൽ നിന്ന് ജലം അല്ല അല്ലെ, കുറഞ്ഞെന്ന് കൂടിയതാ. ഇതോ ഗ്ലാസിൽ നിന്ന് ജലം, അതുണ്ട് അല്ലെ. ഗ്ലാസ് കൂടിയതാണ്, ജലം കുറഞ്ഞതാണ്. വായുവിൽ നിന്ന് ജലം, ഇത് ഇല്ല. ഇതോ ഗ്ലാസിൽ നിന്ന് വായു, ഇതും പറ്റും. പിന്നെയോ ഗ്ലാസിൽ നിന്ന് ജലം, ഇതും പറ്റും. കൂടിയതിൽ നിന്ന് കുറവാ, പക്ഷെ എന്താ പറഞ്ഞിട്ടുള്ളത്? ചെരിഞ്ഞ് പ്രവേശിക്കുന്നുണ്ട്, അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ എന്താ? വായുവിൽ നിന്ന് ഗ്ലാസ്, ഇതും പറ്റില്ല. അപ്പൊ ആൻസർ ഏതൊക്കെയാണ്? ബിയും ഡിയും അല്ലെ. ബിയും ഡിയും. ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? ഈ ബിയിലും ഒന്നുകൂടി വരച്ചു തരാം. ഏതൊക്കെയാണ്? ഈ ബിയിലും ഡിയിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടല്ലോ അല്ലെ. അതെങ്ങനെയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ലംബത്തോട് അടുത്താണോ ഉള്ളത് അല്ലെ ലംബത്തോട് ദൂരെയാണോ ഉള്ളത്? എങ്ങനെയാണുള്ളത്? ലംബത്തിൽ നിന്നും ദൂരോട്ടാണ് അല്ലെ ഉള്ളത്. രണ്ട് കേസ് നോക്കി നോക്ക്. ലംബത്തോട് ദൂരെ അല്ലെ, ഇതെന്നാ ദൂരെയാണ് അല്ലെ. ലംബത്തിനടുത്തേക്കാണോ? അല്ല, ലംബത്തിൽ നിന്ന് അകലേക്ക്. അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ലംബത്തിനോട് അടുക്കുന്ന ഏതൊക്കെയാ ഉള്ളത്? എ ഉണ്ട് അല്ലെ, ഇതുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഇതുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഇതും ഉണ്ട് അല്ലെ. 1 2 3 4 അല്ലെ. എയും സിയും ഇയും എഫും അടുക്കുന്നുണ്ട് അല്ലെ, ലംബത്തോട് അടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ
പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടന്നു പോകുന്നത്? എയും ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എയും സിയും ഇയും എഫും അല്ലെ? ഈ മാധ്യമങ്ങളിലെ കൂടുതൽ നിന്ന് കുറവിലേക്കാണോ കുറവിൽ നിന്ന് കൂടുതലിലേക്കാണോ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയതാ അല്ലെ? കുറഞ്ഞ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിൽ നിന്നും കൂടിയ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്തിലേക്കാണ്. സോറി, ഇതില്ലാലോ. ഇതുണ്ടോ? ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്കല്ലാലോ. അടുത്തേക്ക് പോകുന്നത് ഏതിലൊക്കെയാണ്? ഇതിൽ പോകുന്നുണ്ട് അല്ലെ? വായുന്ന് ജലത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്താ? ഇതിൽ പോകുന്നുണ്ട്. ഇതിൽ പോകുന്നില്ല. പിന്നെന്താ? ഇതിൽ പോകുന്നുണ്ട് അല്ലെ? ഇതിൽ പോകുന്നുണ്ട്. അപ്പൊ 1, 2, 3 ഈ കേസുകളിലാണ് അടുത്തേക്ക് പോകുന്നത് അല്ലെ? പ്രകാശരശ്മി അടുത്തേക്ക് പോകുന്നത്. ഇതിലും പോകുന്നുണ്ട്. സോറി, ഇതിലും പോകുന്നുണ്ട്. പ്രകാശരശ്മി അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെങ്കിൽ ഇവിടെ എന്താ? ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്കാണ്. അതല്ല നമുക്ക് വേണ്ടത്. വായുവിൽ ചെറുതിൽ നിന്ന് അല്ലെ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോഴാണ് ലംബത്തിനോട് ചേർന്ന് പോകുന്നത് അല്ലെ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോഴാണ് ലംബത്തിനോട് ചേർന്ന് പോകുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണോ? അല്ല, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്നും അകന്നായിരുന്നു പോകേണ്ടത് അല്ലെ? ലംബത്തിനോട് ചേർന്ന് പോകണമെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകണം. ചിത്രം 1.8 സിയും ഇയിലും എന്നിവയിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല. കാരണം എന്തായിരിക്കും? ഈ ചിത്രത്തിലും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ലൈറ്റ്, പ്രകാശം ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപവർത്തനം സംഭവിക്കുകയുള്ളൂ. ലംബമായി പതിച്ചു കഴിഞ്ഞാൽ ഇതിലും എന്താ? പ്രകാശം ലംബമായിട്ടാണ് പതിച്ചിട്ടുള്ളത്. ലംബമായി പതിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കില്ല. ക്ലിയർ അല്ല? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. പ്രകാശം, ഇവിടെ ഒരു മാധ്യമമുണ്ട്, ഇവിടെ ഒരു മാധ്യമമുണ്ട്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എന്തുണ്ട്? ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ചെരിവ് സംഭവിക്കുന്നുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റേ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പതനരശ്മിയും അപവർത്തന രശ്മിയും പിന്നെ എന്താ? ഈ ലംബവും എന്തിലുള്ളത്? ഒരേ തലത്തില് ആയിരിക്കും. പതനരശ്മിയും അപവർത്തന രശ്മിയും പിന്നെ എന്താ? ഈ ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഇനി എന്താ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണത് അല്ലെ? ചെറുതിൽ നിന്നും, ചെറിയ പ്രകാശിക സാന്ദ്രതയിൽ നിന്നും വലുതിലേക്കാണ് പോകുന്നതെങ്കിൽ നോർമൽ ലംബത്തിന് അടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? ലംബത്തിന് അടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നേരെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണെങ്കിലോ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണെങ്കിൽ എവേ ഫ്രം നോർമൽ, എന്താണ്? ലംബത്തിൽ നിന്ന് അകന്നായിരിക്കും ഉണ്ടാവുക. മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെയാ പതിച്ചത്? ചെരിഞ്ഞാണ് അല്ലെ പതിച്ചത്. ഇത് ചെരിഞ്ഞ് പതിക്കാണ്ട് ലംബമായിട്ടാണ് പതിച്ചതെങ്കിലോ ഇവിടെ ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാൽ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ എടുത്തതൊക്കെ നന്നായിട്ട് വൃത്തിയിൽ പഠിച്ച് നോട്ട്സ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.